എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പനീറിൻ്റെ കറി, മേത്തി മട്ടർ മലായ് പനീർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം. മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് സീസണാണ്. ഒരു 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പനീർ കടയിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് നേരം ഇളം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക, സോഫ്റ്റായിട്ട് കിട്ടാൻ. മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവച്ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇലകൾ മാത്രം ഒരു 3 കൈപ്പിടി അളവിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. മലായ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം ഞാൻ ഈ കറിയിൽ മറ്റൊരു സാധനമാണ് ചേർത്തിട്ടുള്ളത്. എന്താണെന്നറിയാൻ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് പനീർ കഷ്ണങ്ങൾ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ബാക്കി വന്ന എണ്ണയിൽ 3 ഏലക്കായ, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 5-8 ഗ്രാമ്പു, 1 സ്റ്റാർ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു 1/4 സ്പൂണ് കുരുമുളക്, ഒരു 10 കശുവണ്ടി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതുകൂടെ ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റുക. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ തണുക്കാൻ മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ ഒരു അരപ്പ് തയ്യാറാക്കുക. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ നെയ്യ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവച്ചീര നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം സ്ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. സോ അതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും 1-2-3 മിനിറ്റ് അടച്ചു വെച്ച് എടുക്കുക. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് നേരത്തെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മയത്തിൽ അരച്ചു വെച്ച് അരപ്പൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഞാനൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രഷ് ക്രീമിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് 2 വലിയ സ്പൂൺ നിറയെ പാൽപ്പാട. നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന പാൽ നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ദിവസം നല്ല പാൽപ്പാട കിട്ടും. ആ പാൽപ്പാടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമിന് പകരം പാൽപ്പാട ചേർത്തുകൊണ്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം വറുത്ത് വെച്ച പനീർ കഷ്ണങ്ങളോടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. 1 സ്പൂണ് വീണ്ടും പാൽപ്പാട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.